നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് കട്ടിൽമാടം, അതായത് പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂർക്ക് വരുന്ന വഴിയിലുള്ള റോഡ് സൈഡിലുള്ള കട്ടിൽമാടം ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇത് പലതരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭൂതഗണങ്ങൾ നിർമ്മിച്ചതാണെന്ന് പറയുന്നുണ്ട്. അതായത് പട്ടാമ്പി കൈത്തളി ക്ഷേത്രമുണ്ട്, അത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഏകദേശം അതേ ശൈലിയാണ് ഈ ഒരു ക്ഷേത്രത്തിനും. അതായത് ഒരു ഗോപുരത്തിൻ്റെ ആ വാതിൽമാടം പോലെയൊക്കെയുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പം അതിൽ ഒരുപാട് പഴക്കം ഉണ്ട്. പുരാവസ്തു വകുപ്പാണ് ഇപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയത് എന്നാണ് പുരാവസ്തു വകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് കേട്ട അറിവുകൾ എന്താ വെച്ചാൽ, അവിടെ ഉള്ള ആളുകളുടെയൊക്കെ പറച്ചിൽ കേട്ടത്, അത് തളിക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് രാത്രി കാലങ്ങളിൽ, അന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ക്ഷേത്രം പണിയുന്ന തരത്തിലൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഇവിടെ വെച്ച് ഇത് വറ്റേ എത്തിയുള്ളൂ അത്രേ. തൊട്ടപ്പുറത്തുള്ളൊരു മലയുണ്ട്, ആ മലയിലത്തെ കല്ലുകളെടുത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം ഗോപുരം പണിതു. അത് പണിത് മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ പുലർച്ചെ കോഴി കൂവി എന്നും ഭൂതഗണങ്ങൾ അതവിടെ ഇട്ടിട്ട് പോയി എന്നുമാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അത് ഏകദേശം നമുക്ക് സാമ്യമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിൽ ഒക്കെ ദ്രാവിഡ രീതി തന്നെയാണ്. അതായത് പട്ടാമ്പി കൈത്തളി ക്ഷേത്രവും ഈ ഇരിക്കുന്ന കട്ടിൽമാടവും ഒക്കെ പണിതത് ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് അതിനോട് വിശ്വസിക്കാൻ കൂടുതൽ സാമ്യമുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, പുരാവസ്തു വകുപ്പ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് 9-ാം നൂറ്റാണ്ടിലൊക്കെ ബുദ്ധ ജൈനന്മാർ വന്നിട്ട് പണി തീർത്തതാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠകളൊന്നുമില്ല, പക്ഷെ അതിൻ്റെ മുകളിൽ ഓരോ ഫോട്ടോ, അതായത് ഓരോ ഇതിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അത് പുരാവസ്തു പറയുന്നത് ജൈനമതാചാര്യന്മാരുടെ രൂപമാണ് ആ കരിങ്കൽ രൂപത്തിൽ ഉള്ളതെന്ന് അനുമാനിക്കപ്പെടുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ കട്ടിൽ എന്ന പദം ഉപയോഗിക്കുന്നത് ഗോപുരസ്തംഭം, വാതായന സ്തംഭം എന്നീ അർത്ഥങ്ങൾ ഇതിനുണ്ടെന്നാണ് ഗവേഷകരൊക്കെ പറയുന്നത്. തൃത്താലയുടെ എതിർക്കരയിലുള്ള പള്ളിപ്പുറം കുളമുക്ക് ഗ്രാമമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പട്ടണമായിരുന്നു. അവിടെ അറബിക്കടലിൽ നിന്ന് ഭാരതപ്പുഴയിലൂടെ ഇങ്ങോട്ട് ഗതാഗതം ഉണ്ടായിരുന്നു. 1233 ഒരു കന്നഡ ലിഖിതത്തിൽ ഇത് പരാമർശമുണ്ട്. അന്ന് വാണിജ്യത്തിനായിട്ട് വന്ന ജൈന മതക്കാർ നിർമ്മിച്ചതാവാം കട്ടിൽമാടമെന്ന് പുരാവസ്തു വകുപ്പിൻ്റെ അനുമാനം. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ആ ഒരു വാസ്തുശില്പം. എന്തായാലും നമുക്ക് ഏത് വേണമെങ്കിലും വിശ്വസിക്കാം. അതായത് തളിക്ഷേത്രത്തിലേക്ക് ഉള്ള ബാക്കി വന്ന ആ ഒരു എന്താ പറയുക, ചെയ്ത ദേവകളാണോ അല്ലെങ്കിൽ ചെകുത്താന്മാരാണോ ദേവതകളാണോ എന്നല്ല, ആ ചെയ്ത തളിക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുമായിട്ട് ഏറെ സാമ്യമുള്ളത് കാരണം അവരുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാവാം കൂടുതൽ സാധ്യത എന്ന് പറയുന്നു. ചരിത്രം പറയുന്നത്, ചരിത്രകാരന്മാരും ഇതുപോലെ ഓരോന്ന് കണ്ട് അതിൻ്റെ പഴക്കം നിർണ്ണയിച്ചിട്ടൊക്കെ പറയുന്നതാണ്. എന്തായാലും നമുക്ക് ഏത് വേണമെങ്കിലും വിശ്വസിക്കാം. നമുക്ക് കണ്ട ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് റോഡ് അരികിലാണ്. ഇപ്പോൾ അതിനൊരു വേലി പോലെ കെട്ടിയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു. ഇപ്പോൾ കുറേ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ കൂടി മറ്റ് കാര്യങ്ങളൊക്കെ കുറേ സമാധാനമായിട്ട്, മറ്റേത് വേസ്റ്റൊക്കെ അതിലിട്ടിരുന്നു എന്നാണ് പറയണത്. എന്തായാലും എല്ലാവർക്കും അതൊരു പുതിയ അറിവാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് സാമ്യതകളുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം.
എന്തായാലും എല്ലാവർക്കും നമസ്കാരം.